ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഓലൻ. ഓലൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, അധികം സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസാധ്യ രുചിയാണ്. ഓലന് ഓരോ കറികൾ കൂട്ടിക്കഴിഞ്ഞിട്ട് ഓലൻ നമ്മളൊന്ന് കഴിക്കുകയാണെങ്കിൽ ഓരോ കറിയുടെയും ടേസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു കറിയാണ് ഓലൻ. ഈ ഓലൻ തയ്യാറാക്കുന്നതിന് ഞാനിപ്പം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പക്ഷേ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4-5 എണ്ണം എടുത്തത്. അവരവരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കണം. വൻപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കുറച്ച്. തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്. പിന്നീട് വേണ്ടത് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും. ഇത്രയും മതി നമുക്ക് ഓലൻ തയ്യാറാക്കാനായിട്ട്. പക്ഷേ അതീവ രുചികരമായിട്ടുള്ള ഒരു തൊടുകറിയാണ് ഓലൻ. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പയറ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതിയേ. ഇനിയും തേങ്ങയുടെ 2-ാം പാല്, ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വേവാനായിട്ട് വെച്ച കുമ്പളങ്ങ എന്തായെന്നൊന്ന് നോക്കാം. കുമ്പളങ്ങ വെന്തു, വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാമേ. വൻപയറിന് പകരം പച്ചപ്പയർ ഇട്ടാലും മതി, അങ്ങനെ ഉണ്ടാക്കുന്നവരുമുണ്ട്. ഞാനിപ്പോൾ വൻപയറാണ് ചേർത്തിരിക്കുന്നത്. പയറും കുമ്പളങ്ങയും കൂടെ വേവിച്ചിട്ട് തേങ്ങാപ്പാലിനകത്ത് വേവിച്ചിട്ട് പിന്നെ 1-ാം പാല് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്താൽ മതിയാവും. ഇനി ഈ പയറും കുമ്പളങ്ങയും എല്ലാം കൂടെ ഒന്ന് വെന്ത് മിക്സ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പയർ ചേർത്തതിന് ശേഷം വെള്ളമെല്ലാം പറ്റിയോ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെള്ളമെല്ലാം പറ്റി, പയറും കുമ്പളങ്ങയും എല്ലാം ഒന്ന് മിക്സായി. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതായത് കണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കൊഴുത്ത കട്ടിയുള്ള പാലാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ തിളയൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് 1-ാം പാല് ചേർത്ത് വെളിച്ചെണ്ണ മേളിലൊഴിച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. അന്നേരം ഇത് നന്നായിട്ട് വറ്റി പാകമായിട്ട് വരും. ഇതിൻ്റെ തിളയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് ബുദ്ധിമുട്ടും മടിയുള്ളവർക്ക് മാഗിയുടെ കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡർ കിട്ടും. അത് മേടിച്ചാണെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഒറിജിനൽ തേങ്ങാപ്പാലിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. തിളയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയിട്ട് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് വിളമ്പാനായിട്ട് എടുക്കാം. അന്നേരം നല്ല പാകമായിട്ടിരിക്കും.